ഓ കരല്ലേ മുളുസേ മാമി അയ്യോ ഓ കരല്ലേ മുളുസേ ഓ ഓ ഓ ഉറങ്ങിക്കോടാ കരയാതെ മുളുസേ ഓ ഓ കുഞ്ഞി ബാബാവോ കുഞ്ഞി ബാബാവോ ഓ എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് താൻ ഇവിടെ വന്നിരുന്ന് സൂയിക്കല്ലേ? എടോ എനിക്കിന്ന് ഒരുപാട് പ്രിപ്പറേഷൻ ഉള്ള ദിവസം. ഞാനും കുറെ പ്രിപ്പറേഷനില്ല. കൈവിട്ട് പോയ ജീവിതം തിരിച്ചു പിടിക്കാൻ എന്താ എനിക്ക് പ്രിപ്പയർ ചെയ്തോടെ? തന്നെ വല്ലാതെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. എന്റെ അവകാശങ്ങൾ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാ ഈ ബ്ലാക്ക്മെയിലിംഗ് ആവുന്നേ? ഒരേ കാര്യം തന്നെ താൻ ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ എന്താ ചെയ്യാ? ഈ ഒരു കാര്യമില്ലാതെ എനിക്ക് എന്താ ആദ്യം വേറെ പറയാനുള്ള? പൂജ, ഞാൻ ഒരു കാര്യം പറയാം. താൻ ഇങ്ങനെ എന്നെ മാത്രം കുറ്റപ്പെടുത്തരുത്. അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കുഞ്ഞിനെ ആമിച്ചേച്ചി കൈമാറാൻ താനും എനിക്ക് സമ്മതം തന്നല്ലേ? എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? എടോ, നമ്മൾ ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നില്ലേ അത്? ആമിച്ചേച്ചി ഒന്നേ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ഭ്രാന്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു ഞാൻ പറഞ്ഞപ്പോ ഇതല്ലാതെ വേറെ വഴിയില്ലാതെ താനും എൻ്റെ കൂടെ നിന്നല്ലേ? പിന്നെ ഈ കാര്യത്തിൽ തനിക്ക് എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റുമോ പൂജ? താൻ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പറഞ്ഞു പറഞ്ഞ് എന്നെ ട്രാപ്പിലാക്കുകയും ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരുന്നില്ലല്ലോ. ആമച്ചേച്ചിയെ രക്ഷിക്കാൻ എന്റെ മൗന അനുവാദത്തോടുകൂടി താനത് ചെയ്തു, സമ്മതിച്ചു. പക്ഷെ അതിന്റെ അർത്ഥം എന്റെ കുഞ്ഞിനെ ആയുഷ്കാലം അവർക്ക് കൊടുക്കാന്നാണോ? അങ്ങനെ ഞാനും പറഞ്ഞില്ലല്ലോ പൂജ. പിന്നെ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക്. ഈ തൽക്കാലം എന്ന് പറയുന്നതിന് ഒരു അന്ത്യം ഇല്ലേ? കരയാൻ തുടങ്ങിക്കേ. വാ 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 വോ. വാവോ പിശാചേർന്ന് ഉറങ്ങുന്നുണ്ടില്ലേ? നമുക്ക് പുറത്തേക്ക് കാറ്റുള്ളാമേ. ഓ കരയിലടാ കരയിലടാ മുളൂസേ. ഓ വാവോ ഓ അച്ഛൻ്റെ മോള് വാവോ വാവോ. ആരീരം ആരീരം വാവോ വാവോ വാവോ. ഓ ഉറങ്ങിക്കോ, കരയാൻ ഉറങ്ങടാ.
കരയല്ല വാവേ. എന്താടാ? ഓ ഓ ഓ, ഇതെന്തെങ്ങനെ? തന്റെ നിഴലനക്കം കണ്ട കുഞ്ഞ് കരച്ചിൽ നിർത്തുമല്ലോ. എന്തായാലും നന്നായി. ഞങ്ങളുടെ കുഞ്ഞിന് രണ്ടമ്മമാരുണ്ടല്ലോ. കുഞ്ഞ് വിശന്നിട്ടാ കരയുന്നേ. ആ അവിടെ ആമിക്ക് ആദ്യമൊരിളം തലോടലായി കുഞ്ഞു നീറുകിൽ പതിഞ്ഞു ഞാൻ മഞ്ഞുരാവിൽ വിരിയായി നിന്റെ മെയ് പൊതിഞ്ഞതു ഞാൻ ഇന്നോളം കാവലിരുന്നു ഞാൻ നിഴലായി നിൻചാരെ നീ അറിയാതെ കാതോർത്താൽ നീ കേൾക്കും ശ്വാസങ്ങൾ നിന്നമ്മ നീ തേടും ദത്തേട്ടാ, 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 പറഞ്ഞോ. ഇനി ഇവള് കരയില്ല. വയറ് നിറഞ്ഞു കാണും.